ഓം നമോ നാരായണായ. ദശകം 7 ശ്ലോകം 1. ഏവം ദേവചതുർദശാത്മകജഗരൂപേണ ജാതഃ പുനഃ തസ്യോർധ്വം ഖലു സത്യലോകനിലയേ ജാതോऽസി ദാതാ സ്വയം. യം ശംസന്തി ഹിരണ്യഗർഭമഖില ത്രൈലോക്യജീവാത്മകം യോഗോസ്വേദരജോ വികാരവികസ നാനാസിസൃക്ഷാരസഃ. ശ്ലോകം 2. സോയം വിശ്വവിസർഗദത്തഹൃദയ സംപശ്യമാനസ്വയം ബോധം ഖല്ലുനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്തസ്തിവാൻ. താവത്ത്വം ജഗദാംബദേ തപതപേ ഏവം ഹി വൈഹായസീം വാണീമേനമസി ശ്രവശ്രുതിസുഖാം കുർവം സ്തവ പ്രേരണാം. ശ്ലോകം 3. കോസോ മാമവദൽ പുമാനിധി ജലാ പൂർണേ ജഗന്മണ്ഡലേ ദിക്ഷു ദീക്ഷ കിമപ്യനീക്ഷിതവദാം വാക്യാർത്ഥമുത്പശ്യതാം. ദിവ്യം വർഷസഹസ്രമാത്തതപസാ തേന ത്വമാരാധിതാ തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാത്ഭുതം. ശ്ലോകം 4. മായാ യത്ര കഥാഭിനോ വികുരുതേ വാദേ ജഗൽഭ്യോ ബഹിഃ യോഗക്രോധവിമോഹസാഗ്ധസുമുഖാ ഭാവാസ്തു ദൂരം ഗതാഃ. സാന്ദ്രാനന്ദജരീ ച യത്ര പരമ ജ്യോതിപ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ. ശ്ലോകം 5. യസ്മിന്നാമ ചതുർഭുജാ ഹരിമണി ശ്യാമാവദാദത്തിഷോ നാനാഭൂഷണരത്നദീപിതദിശോ രാജദ്വിമാനാലയാഃ. ഭക്തിപ്രാപ്തതദാ വിദോന്നതപദാ ദിവ്യന്തി ദിവ്യാ ജനാ തത്തേ ധാമ നിരസ്തസർവശമലം വൈകുണ്ഠരൂപം ജയേ. നമസ്തേ. നാരായണീയത്തിൽ 7ാമത്തെ ദശകത്തെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. 6ാമത്തെ ദശകത്തിൽ ഭഗവാന്റെ വിരാട് സ്വരൂപത്തെക്കുറിച്ചുള്ള വിശദമായ വർണ്ണന, 14 ലോകങ്ങളിലും ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള ആ സത്യം നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ദൈവമില്ലാത്ത ഒരു അണുപോലും ഇല്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്നു. 14 ലോകങ്ങളിലും അവിടെ കാണുന്നതായ വസ്തുക്കളൊക്കെ തന്നെ ഭഗവാന്റെ അവയവത്തിൻ്റെ ഭാഗങ്ങളാണ്. അത് ആ ഒരു വിശാല വീക്ഷണം നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ട് നമുക്ക് ആരെയും വെറുക്കാൻ പറ്റില്ല, നമുക്കാരെയും വിരോധം കാണിച്ച് ഉപദ്രവിക്കാൻ പറ്റില്ല. കാരണം 14 ലോകങ്ങളിലും ഭഗവാൻ വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഭഗവാന്റെ അവയവങ്ങളിലും നമ്മൾ ഉൾപ്പെടുന്നു. ഈ ഒരു വിശാലമായ ചിന്ത നമ്മുടെ സനാതനധർമ്മത്തിലൂടെ ലോകത്ത് ഒരു കാലത്ത് വ്യാപകമായിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി ബ്രഹ്മാവ് എന്ന് പറയുന്ന ആരാണ്? ഈ ബ്രഹ്മാവും മഹാവിഷ്ണുവും, സർവ്വവ്യാപിയായ മഹാവിഷ്ണുവും ഗുരുവായൂരപ്പൻ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ഗുരുവായൂരപ്പൻ തന്നെയാണ് പരമാത്മാവ്, യാതൊരു സംശയമില്ല. നേരത്തെ തന്നെ പറഞ്ഞു വെച്ചു. സർവ്വവ്യാപിയെ തിരഞ്ഞ് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശ്രീലകത്തുണ്ട് എന്ന് ഉറപ്പിച്ചു. അങ്ങനെ വരുമ്പോൾ ഗുരുവായൂരപ്പൻ തന്നെയാണ് പരമാത്മാവ് എന്ന ഒരു
തത്വത്തെ ഇവിടെ ഭട്ടതിരിപ്പാട് അനാവരണം ചെയ്യുകയാണ്. ഇനി ആദ്യത്തെ 7-ാം ദശകത്തിലെ ആദ്യത്തെ ശ്ലോകം, അതിൻ്റെ അർത്ഥം: ദേവ ഏവം ചതുർദശാത്മക ജഗദ്രൂപേണ ജാതഃ. ഗുരുവായൂരപ്പ, പ്രകാരം 14 ലോകങ്ങളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട അങ്ങ് പുനഃ സ്വയം തസ്യ ഊർധ്വം ഖലു സത്യലോകനിലയെ ദാതാ ജാത അസി. വീണ്ടും സ്വന്തം ഇഷ്ടപ്രകാരം ഏറ്റവും മുകളിലുള്ള സത്യലോകസ്ഥാനത്ത് സൃഷ്ടിക്കു വേണ്ടി ബ്രഹ്മാവായി പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. അപ്പോൾ മഹാവിഷ്ണു തന്നെയാണ്, ഗുരുവായൂരപ്പൻ തന്നെയാണ് ബ്രഹ്മാവായി മാറിയതും എന്ന കാര്യവും കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. യം അഖില ത്രൈലോക്യ ജീവാത്മകം ഹിരണ്യഗർഭം സംസന്ധി. ആ ബ്രഹ്മാവിനെ 3 ലോകവും മുഴുവനും ചേർന്ന് വിരാട് പുരുഷൻ്റെ ജീവാത്മാവായ ഹിരണ്യഗർഭൻ എന്ന് പറയും. ആ വിരാട് സ്വരൂപത്തിൽ നിന്നാണ് ബ്രഹ്മാവുണ്ടായത്. ആ ബ്രഹ്മാവ് വിരാട് പുരുഷൻ്റെ ജീവാത്മാവാണ്. അതാണ് ബ്രഹ്മാവ് എന്ന് പറയുന്നത്. ഹിരണ്യഗർഭൻ എന്ന പേരിലാണത് വേദാന്തത്തിൽ ആ ജീവാത്മാവിന് അറിയപ്പെട്ടു വരുന്നത്. യ സ്ഫീതരജോ വികാര വികസനസി സൃക്ഷാരസ അഭൂത്. ആ ഹിരണ്യഗർഭൻ രജോഗുണം വർദ്ധിച്ച് പലതരം സൃഷ്ടി നടത്തുവാൻ താല്പര്യമുള്ളവനായിത്തീർന്നു. ആ ഹിരണ്യഗർഭനിൽ നിന്നാണ് സൃഷ്ടിയുടെ ആശയമുണ്ടാകുന്നതും അങ്ങനെ സൃഷ്ടി നടക്കുന്നതും. ആ ഒരു ബന്ധം നമ്മൾ മനസ്സിലാക്കണം. വിരാട് പുരുഷൻ, ആ വിരാട് സ്വരൂപം എന്ന് പറഞ്ഞാൽ വിരാട് പുരുഷൻ തന്നെയാണ്. ആ പുരുഷൻ്റെ ജീവാത്മാവ്, അതിനെ ഹിരണ്യഗർഭൻ എന്ന് പറയുന്നു. ആ ഹിരണ്യഗർഭനെയാണ് നമ്മൾ ബ്രഹ്മാവ് എന്ന് പറയുന്നത്. ബ്രഹ്മാവാണ് സൃഷ്ടികർമ്മം നടത്തുന്നത്. 2-ാമത്തെ ശ്ലോകം: സ അയം വിശ്വവിസർഗ ദത്തഹൃദയ. ബ്രഹ്മാവ് പ്രപഞ്ച സൃഷ്ടിക്കായി ഒരുങ്ങിയപ്പോൾ സ്വയം സംപശ്യമാനഃ വിശ്വവിഷയം ബോധം ഖലു അനവാപ്യ ചിന്താകുലഃ തസ്തിവാൻ. സ്വയം പ്രപഞ്ചത്തെക്കുറിച്ച് അറിവില്ലാത്തതിനാൽ ചിന്തിച്ച് ദുഃഖത്തോടെ ഇരുന്നു എന്നാണ്. ബ്രഹ്മാവ് പ്രപഞ്ച സൃഷ്ടിക്കായിട്ട് ഒരുങ്ങുകയാണ്. പക്ഷേ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെയാണ് ചെയ്യേണ്ടത്, സൃഷ്ടി തത്വങ്ങളെന്നാണ്, ഇതൊന്നും അറിയില്ല. ഒന്നും അറിയാത്ത ഒരാൾക്ക് എങ്ങനെ സൃഷ്ടികർമ്മം നടത്താൻ പറ്റും? അപ്പോൾ ബ്രഹ്മാവ് ദുഃഖത്തോടെ ഇരുന്നു എന്നാണ് പറയുന്നത്. ജഗതാംപതേ താവത്വം തവ പ്രേരണം കുറുവൻ. ലോകനാഥനായ ഗുരുവായൂരപ്പ, ആ സമയത്ത് അങ്ങ് തപസ്സിനെ പ്രേരിപ്പിച്ചുകൊണ്ട് തപ ഇത് ഏവം ശ്രുതി സുഖാം വൈഹായ സിംവാണിയും ഏനം അമ ശിശ്രവ. തപസ് ചെയ്യൂ എന്ന് ചെവികൾക്ക് സന്തോഷം നൽകുന്ന ആകാശവാണി ബ്രഹ്മാവിലേക്ക് സന്നിവേശിപ്പിച്ചു. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെ തുടങ്ങണം എന്നുള്ളതറിയാതെ വിഷമിച്ചിരിക്കുന്ന ബ്രഹ്മാവിനോട് ബ്രഹ്മാവ് ഒരു അശരീരി കേട്ടു എന്നാണ് പറയുന്നത്. ആ അശരീരിയുടെ എന്താണ്? തപസ് ചെയ്യൂ എന്നാണ്. നിന്നിനുള്ളിൽ തന്നെയുണ്ട് ഈ അറിവ്. ആ അറിവ് ലഭിക്കണമെങ്കിൽ നീ സ്വയം തപസ് ചെയ്യണം, നീ ധ്യാനിക്കണം. അത് എല്ലാവർക്കും ബാധകാട്ടോ. നമ്മുടെ ഉള്ളിലൊക്കെ അറിവ് ഉണ്ട്, നേരത്തെ തന്നെ ഉണ്ട്. പക്ഷേ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോഴാണ് അതിൽ നിന്ന് നമുക്ക് അറിവുകൾ വരുന്നത്. പക്ഷെ നമ്മളത് ചിന്തിക്കുന്നതിലൊക്കെ പുറത്താണുള്ളത് എല്ലാ അറിവെന്നുള്ള നിലയിൽ നമ്മൾ നീങ്ങുന്നത്. ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്, അതാണ് യഥാർത്ഥ അറിവും. അപ്പോൾ തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ബാഹ്യലോകം നോക്കിയിട്ടാണ്, അല്ല, തൻ്റെ ഉള്ളിലുണ്ട് അറിവ്. അതിന് എന്ത് വേണം? തപസ് ചെയ്യണം, ധ്യാനനിരതനായിരിക്കൂ എന്ന് മഹാവിഷ്ണുവിൻ്റെ ശബ്ദമാണ് അവിടെ എത്തിയത് എന്ന് പറയുന്നു. പിന്നീട് 3-ാമത്തെ ഇതാണ്: കഹാ അസൗ പുമാൻ മാം അവദീതി. ആരാണ് തന്നോട് പറഞ്ഞത് എന്ന് ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷു ഉദ്യുക്ഷ്യ. എല്ലാ ദിക്കിലും നോക്കിയപ്പോൾ വെള്ളം മാത്രമേ ബ്രഹ്മാവിന് കാണുന്നുള്ളൂ. കിമപി അനീക്ഷിതാവത. ഒന്നും കാണാതിരുന്നപ്പോൾ വാക്യാർത്ഥം ഉത്പശ്യത. അശരീരിയിൽ കേട്ട വാക്കുകളുടെ അർത്ഥം ആലോചിച്ച് മനസ്സിലാക്കി. ദിവ്യം വർഷസഹസ്രം ആത്മതപസാ തേന. ബ്രഹ്മാവ് 1000 ദിവ്യവത്സരം
തപസ് ചെയ്ത് ആരാധിതത്വം ആരാധിച്ചപ്പോൾ അങ്ങ് സ്വനിലയം ഏകാത്ഭുതം വൈകുണ്ഠം തസ്മേ ദർശിതവാനസി, തൻ്റെ സ്വന്തം ആസ്ഥാനമായ അത്ഭുതകരമായ വൈകുണ്ഠലോകത്തെ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു എന്നാണ്. അപ്പോൾ ആരാണിത് പറയുന്നത്? ഈ അശരീരി എവിടുന്നാണ് വരുന്നതെന്ന് 4 ഭാഗത്തുമായി നോക്കി ബ്രഹ്മാവ് എന്ന് പറയാണ്. പക്ഷേ കാണുന്നില്ല. പിന്നീടാണ് എന്താണ് പറഞ്ഞത് എന്നതിനെപ്പറ്റി ചിന്തിച്ചത്. തപ എന്നാണല്ലോ പറഞ്ഞത്, തപസ് ചെയ്യൂ എന്നാണ്. അപ്പോൾ അതിനെപ്പറ്റി വിവരം ലഭിച്ചപ്പോൾ തപസ് ചെയ്യാൻ തുടങ്ങി. ആ തപസ് എത്രയോ കാലം, 1000 ദിവ്യവത്സരം, ദേവവർഷങ്ങൾ പിന്നിട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ ഭഗവാനെ തന്നെ ഏകാഗ്രമാക്കി മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ബ്രഹ്മാവ് നടത്തി എന്നാണ് പറയുന്നത്. ഈ സമയത്ത് ഒരു അത്ഭുതമുണ്ടായി. തൻ്റെ ഉള്ളിൽ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ വൈകുണ്ഠലോകം ദർശിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. വൈകുണ്ഠലോകം ഈ സത്യലോകത്ത് വെച്ചാണ് ബ്രഹ്മാവിൻ്റെ സൃഷ്ടി നടക്കുന്നത്. 14 ലോകം, വിരാട് പുരുഷൻ്റെ രൂപം, അതിൽ സത്യലോകത്താണല്ലോ വിരാട് പുരുഷൻ്റെ മുഖം, ശിരസ്സുള്ളത്. അവിടെയാണ് സൃഷ്ടിക്കുള്ള തുടക്കം ഇട്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇനി 4ാമത്തെ ശ്ലോകം. വിഭോ ജഗദ്ഭ്യ ബഹി ഭാതേ യത്ര, സർവശക്തനായ ഗുരുവായൂരപ്പ, ലോകങ്ങളുടെയെല്ലാം അപ്പുറത്ത് വിളങ്ങുന്ന ആ സ്ഥലത്ത്, അതായത് വൈകുണ്ഠത്തിൽ, മായാകഥാപിനോ വിഗുരുതേ ശോകക്രോധ വിമോഹ സാധ്വസ മുഖാഹ ഭാവാഹ തുദൂരം ഗത, മായ മൂലമുണ്ടാകുന്ന ഭേദചിന്തയില്ല. ദുഃഖം, ക്രോധം, മൗഢ്യം, ഭയം മുതലായ മനോഭാവങ്ങൾ അവിടെ തീരെയില്ല. പരമജ്യോതി പ്രകാശ്മകേ യത്ര സാന്ദ്രാനന്ദാജ്ജരീച, മഹത്തായ തേജസ്സാൽ പ്രകാശപൂരിതമായ വൈകുണ്ഠത്തിൽ പരമാനന്ദരസപ്രവാഹവും ഉണ്ട്. വിഭാവിതം തത്, ബ്രഹ്മാവിന് വ്യക്തമാക്കി കൊടുത്ത വൈകുണ്ഠരൂപം തേ ധാമ വിജയതേ, വൈകുണ്ഠമെന്ന അങ്ങയുടെ നിവാസസ്ഥാനം സർവോത്കർഷേണ വർത്തിക്കുന്നു. അപ്പോൾ 14 ലോകത്തിൻ്റെ പേരൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇതാ മറ്റൊരു പുതിയ ലോകം, വൈകുണ്ഠലോകം എന്ന്. അത് 15ാമത്തെ ലോകം. അത് ബ്രഹ്മാവ് ദർശിക്കുകയാണ്. ആ ലോകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കാമക്രോധ ലോഭ മോഹ മതമാത്സര്യം അഹങ്കാരം അസൂയ തുടങ്ങിയ അഷ്ടരാഗങ്ങൾക്ക് സ്ഥാനമില്ല. അതാണ് വൈകുണ്ഠത്തിലെ പ്രത്യേകത. എന്തൊക്കെയാണ്? അത്യാഗ്രഹം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം, മത്സരബുദ്ധി, അതുപോലെ തന്നെ ഞാൻ വലിയവനാണെന്നുള്ള ഭാവം, അസൂയ, ഇങ്ങനെയുള്ള വിപരീതമായ പ്രതികൂലമായ വികാരങ്ങളൊന്നും തന്നെ വൈകുണ്ഠലോകത്തിലില്ല എന്നാണ് പറയുന്നത്. ഇതിനെ എല്ലാം കൂടി അഷ്ടരാഗങ്ങൾ എന്ന് പറയും. നമ്മൾ ശബരിമലയ്ക്കൊക്കെ മാലയിട്ട് കഴിഞ്ഞാൽ 41 ദിവസം വ്രതം എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവായ വികാരങ്ങളെ മായ്ച്ചു കളയണം എന്ന് പറയുന്നു. നെഗറ്റീവായ വികാരങ്ങളാണ് അഷ്ടരാഗങ്ങൾ. അതായത് നമ്മുടെ ഉള്ളിലുള്ള കാമ, ക്രോധ, ലോഭ, മോഹ, മതമാത്സര്യം, അഹങ്കാരം, അസൂയ, ഇതൊക്കെ മാറ്റിയിട്ട് വേണം, മാറ്റാൻ ശ്രമിക്കണം എന്നാണ്. വ്രതകാലത്തും അതുപോലെ തന്നെയാണ്. നമ്മൾ ഏകാദശി വ്രതം നോറ്റു എന്ന് നമ്മൾ പറയുമല്ലോ. ആ ഏകാദശി വ്രതം നോൽക്കുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? നമ്മുടെ മനസ്സിൽ ശുദ്ധമായൊരവസ്ഥയായിരിക്കണം. ആ ദിവസമെങ്കിലും കാമ, ക്രോധ, ലോഭ, മോഹ, മതമാത്സര്യം, അഹങ്കാരം, അസൂയ ഇത് ഇല്ല എന്ന് സ്വയം ഉറപ്പുവരുത്തണം. വേറെ ആരും വന്ന് ചെക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ഉള്ളിൽ ഏതൊക്കെയുള്ളതെന്നുള്ളത്. അവനവൻ തന്നെ ഇത്തരത്തിലുള്ള മോശമായ തെറ്റായ ചിന്തകളെ അല്ലെങ്കിൽ വികാരങ്ങളെ തുടച്ചു കളയണം. എങ്കിലേ ആ വ്രത സാഫല്യം ലഭിക്കുള്ളൂ എന്നാണ്. അവിടെ ദുഃഖമില്ല, ശത്രുതയില്ല, അവിടെ മായയില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ മായ അവിടെ ദുഃഖത്തെ നൽകുന്നില്ല, ശത്രുതയില്ല. വൈകുണ്ഠലോകത്തിൻ്റെ അത്യധികമായ പ്രകാശം കൊണ്ട് സൂര്യപ്രകാശം മങ്ങിപ്പോകുന്നു എന്നാണ്. സൂര്യൻ്റെ
പ്രകാശമാണല്ലോ ഏറ്റവും വലിയ പ്രകാശം. പക്ഷേ വൈകുണ്ഠലോകത്തിൻ്റെ പ്രകാശം വന്നപ്പോൾ സൂര്യപ്രകാശത്തിന് മങ്ങലേറ്റു എന്നാണ് പറയുന്നത്. വൈകുണ്ഠലോകവാസികൾ പരമാനന്ദമാണ് അനുഭവിക്കുന്നത്. അവർക്കെപ്പോഴും അത്യാനന്ദത്തോടുകൂടി ജീവിക്കുന്നു. ദുഃഖം എന്ന് പറഞ്ഞാൽ തീരെയില്ല. മറ്റ് ലോകങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് വൈകുണ്ഠലോകം. മറ്റു ലോകങ്ങൾക്ക് മുന്നിൽ വിജയീഭാവത്തിൽ വൈകുണ്ഠം നിലനിൽക്കുന്നു. മരണശേഷമുള്ള ഏറ്റവും ഉന്നതമായ മുക്തി സായുജ്യമാണ്. അതിനു മുകളിൽ പരബ്രഹ്മമുക്തിയായി കൈവല്യമുക്തി മാത്രമേ ഉള്ളൂ. വൈകുണ്ഠലോകം പ്രാപിക്കുക എന്നുള്ളതാണ് മോക്ഷത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഒരവസ്ഥ. അതിനെ സായുജ്യമുക്തി എന്നാണ് പറയുന്നത്. പരബ്രഹ്മത്തിൽ ലയിക്കുന്ന ആ മുക്തിയെ കൈവല്യമുക്തി എന്ന് പറയും. ഇനി 5-ാമത്തെ ശ്ലോകം. യസ്മിൻ നാമചതുർഭുജ ഹരിമണി ശ്യാമാവതാത തുഷ. വൈകുണ്ഠ ലോകത്തിൽ 4 കൈകളും ഇന്ദ്രനീലരത്നം പോലെ നീലനിറത്തോടെ നാനാഭൂഷണരത്നദീവിത ദിശ. രത്നപ്രകാശം പരത്തുന്ന പലവിധത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് രാജദ്യുമാനാലയ മിന്നിത്തിളങ്ങുന്ന വിമാനങ്ങളിൽ താമസിക്കുന്ന ഭക്തിപ്രാപ്ത തഥാവിധോന്നത പദ. ഭഗവത് ഭക്തി കൊണ്ട് ആ വിധത്തിലുള്ള ഉന്നത സ്ഥാനങ്ങളെ പ്രാപിച്ച ദിവ്യാഹ ജനാഹ ദിവ്യന്തി. ദിവ്യജനങ്ങളാണ് വിലസുന്നത്. നിരസ്ത സർവസമലം വൈകുണ്ഠരൂപം തേ തത് ധാമ ജയതേ. മാലിന്യം തീരെയില്ലാത്ത വൈകുണ്ഠമെന്ന അങ്ങയുടെ ആ ലോകം എന്നും വിജയിച്ച അവസ്ഥയിൽ നിലനിൽക്കട്ടെ. അതിവിടെ മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുകയാണ്. ഭഗവാനിൽ ഉറച്ച വിശ്വാസമുള്ള ഭക്തന്മാർക്ക് ഭഗവാൻ സാരൂപ്യമുക്തി നൽകുന്നു എന്ന് പറയുന്നു. സായുജ്യമുക്തി, സാരൂപ്യമുക്തി, സാലോക്യമുക്തി, ഇങ്ങനെയുള്ള വിവിധ സാമീപ്യം, ഇതൊക്കെ ആ മുക്തിയിൽപ്പെടുന്നതാണ്. അപ്പോൾ ഇവിടെ ഉറച്ച വിശ്വാസികൾക്ക്, ദൈവത്തിൽ ഉറച്ച വിശ്വാസമുള്ളവർക്ക് ഭഗവാൻ സാരൂപ്യമുക്തിയാണ് നൽകുന്നത്. സാരൂപ്യമുക്തി എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ രൂപമായി പരിണമിക്കുക എന്നാണ്. ഭഗവാന്റെ രൂപം തന്നെയായിരിക്കും ഭക്തൻ്റെ ഈ രൂപം. മഹാവിഷ്ണു ചതുർഭുജനായ ആ രൂപത്തിൽ ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്ന സാരൂപ്യമുക്തി ലഭിച്ച ഭക്തന്മാരും മഹാവിഷ്ണു രൂപം തന്നെയാണ്. അതിനെ സാരൂപ്യം എന്ന് പറയുന്നത്. മഹാവിഷ്ണുവിനെ പോലെ തന്നെ ശംഖ ചക്ര ഗദാപത്മങ്ങൾ ചതുർഭുജനായിട്ടാണ്. ശംഖം ചക്രം ഗദ പത്മങ്ങൾ 4 കൈകളിൽ ധരിച്ചും നീല നിറത്തോടുകൂടി, ഭഗവാന്റെ നിറം നീലയാണ്, കൗസ്തുഭരത്നമണിഞ്ഞും വനമാല വൈജന്തിമാല തുടങ്ങിയവ കഴുത്തിൽ ധരിച്ചും വിമാനഭവനങ്ങളിൽ താമസിക്കുന്നവരാണവർ. ഉയർന്ന അവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത്. ഗുരുവായൂരപ്പൻ്റെ മഹാത്മ്യത്തെപ്പറ്റി ഹൃദയസ്പർശിയായിട്ടാണ് ഭട്ടതിരിപ്പാട് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ വൈകുണ്ഠം എന്ന് പറയുന്നതായിരിക്കണം എല്ലാവരുടെയും അഭയസ്ഥാനം. അവിടെ നമുക്ക് ദുഃഖമില്ല, ദുഃഖിക്കേണ്ട ഒരവസ്ഥയില്ല. കാരണം ദുഃഖം എങ്ങനെയാണ് വരുന്നത്? കാമ ക്രോധ ലോഭ മോഹ മത മാത്സര്യം അഹങ്കാര അസൂയ അത് വരുമ്പോഴാണല്ലോ മനസ്സിന് മാറ്റമുണ്ടാവുന്നത്, മനസ്സ് ക്ഷുഭിതമാകുന്നത് ഒക്കെ വരുന്നത്. അപ്പോൾ അത് കൊണ്ട് വൈകുണ്ഠത്തിൽ എപ്പോഴും ആനന്ദാവസ്ഥയുള്ളൂ, സന്തോഷമല്ല. സന്തോഷമുണ്ടെങ്കിൽ ദുഃഖമുണ്ടാവും, ദുഃഖമുണ്ടെങ്കിൽ സന്തോഷം. പക്ഷേ ഇതിന് രണ്ടിൻ്റെയും അപ്പുറത്താണ് ആനന്ദം എന്ന് പറയുന്ന അവസ്ഥ. അവിടെ പരമമായ ശാന്തി, ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന മാനസികാവസ്ഥ. അവിടെ ഭേദമില്ലല്ലോ, എല്ലാം ഒന്നുപോലെ തന്നെ തോന്നുന്നു. ആ തികഞ്ഞ അദ്വൈതാവസ്ഥ, ഇതാണ് സായുജ്യമുക്തി എന്ന് പറയുന്നത്. വൈകുണ്ഠത്തിൽ സ്വർഗം, നമ്മൾ പറയും സ്വർഗത്തിൽ പോകണം എന്ന് പറയും. പക്ഷേ സ്വർഗത്തിനേക്കാളും ഏറ്റവും ഉയർന്ന ആനന്ദത്തെ നൽകുന്ന ഒരു ലോകം ഏതാണെന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠ ലോകമാണ്. അപ്പോൾ നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും പിശുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. ധാരാളം സൽക്കർമ്മം ചെയ്തല്ലോ, ഇനി കുറച്ച് കുറയ്ക്കാം എന്ന് വിചാരിക്കേണ്ട. സൽക്കർമ്മത്തിൻ്റെ സമ്പന്നത എത്രയുണ്ടോ അതനുസരിച്ച് നമ്മൾ എത്രയോ ലോകങ്ങളിൽ പോകാനുള്ള അവസരം കിട്ടും. സാധാരണ രീതിയിലുള്ള സൽക്കർമ്മം ചെയ്താൽ സ്വർഗത്തിൽ പോവാം, ആ സ്വർഗത്തിലുള്ള സുഖങ്ങൾ അനുഭവിക്കാം. പക്ഷേ നമ്മൾ വളരെ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്തു വിചാരിക്കുക, അപ്പോഴാണ്
പല ഉയർന്ന ലോകങ്ങളിലേക്ക് ഇപ്പോൾ ഇവിടെ പറഞ്ഞു ഭൂലോകം, ഭുവർലോകം, സുവർലോകം, മഹർലോകം, തപോലോകം, അവിടെയൊക്കെ ജീവിക്കാം. അതിനപ്പുറം വൈകുണ്ഠത്തിലും പോകാം. വൈകുണ്ഠത്തിൽ പോയാൽ പിന്നെ ഒരു വിഷമവുമില്ല അവർക്ക്. ഭഗവാന്റെ അതേ സ്വരൂപം, അതെ ആ ഒരു സങ്കല്പം ഏത് മതത്തിലാണ് ഉള്ളത്? ദേവൻ്റെ അതേ രൂപത്തിൽ തന്നെ നമ്മളുമായിട്ട് മാറുക എന്നുള്ള ആ ഒരു അവസ്ഥ. അതുകൊണ്ട് സായുജ്യമുക്തി ആണ് ഗുരുവായൂരപ്പൻ തൻ്റെ ഉറച്ച വിശ്വാസമുള്ള ഭക്തന്മാർക്ക് നൽകുന്നത്. നമസ്തേ.